ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. വെൽക്കം ടു ഡേ 13. നമ്മളിന്ന് ജിസ്പേന്ന് ലേയിലോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യാണ്. ബാരലാച്ചല പാസിന്റെ അങ്ങോട്ട്. അതെ, വീണ്ടും അതെ. ഇപ്പൊ ബാരലാച്ചല പാസ് ഓപ്പൺ ആണെന്നൊക്കെ പറയുന്നു ഇവിടുത്തെ ലോക്കൽസ്. നമ്മള് പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മള് തെരച്ച ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ PRO നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അവരുടെ എന്തോ സർവേ നടക്കുകയാണ്. അപ്പോൾ അവര് ഡ്രോണൊക്കെ പറത്തി കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കുറെ പേരെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് അവര് പറയുന്നത് ബ്ലാക്ക് ഐസ് ആണ് ബാരലാച്ചല പാസില്. സോ മിക്കവാറും ലേയിലോട്ട് കടത്തി വിടാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഇവിടുന്ന് മേലോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ വണ്ടികളൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്ന കാണാം. കുറെ ലോറികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാണാം ആ ചെക്ക് പോയിന്റില്. അപ്പോൾ അടുത്ത പ്ലാൻ ഇടേണ്ടി വരും ഗൈസ്. നമ്മളെ അങ്ങനെ കടത്തി വിട്ടിരിക്കുകയാണ്. ബാരലാച്ചല പാസ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ബ്യൂട്ടി വഴിയെ കാണാം. ആ ബോർഡും കാണിച്ചു കൊടുക്ക്. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഉള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഒരു മിനിറ്റ്, ഇതാണ് ഇവിടുത്തെ ബോർഡ്. കൈൻഡ്ലി മേക്ക് കോൾ ടു യുവർ ഫാമിലി. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് നെറ്റ്വർക്ക് കിട്ടുന്ന ഏരിയ. പോകാം. ഇവിടെ പുതിയ പാലമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ സൈഡിലുള്ള റോഡ് കണ്ടോ ഗൈസ്? അതേ ഐസ് ഫോം ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഐസ് ഉണ്ട്, കണ്ടോ? അതിനാണ് ഇവര് നിർത്തിയിരിക്കുന്നത് എന്തോ. ഐസ് കണ്ടോ? ഐസും വെള്ളം കൂടെ. വണ്ടി കഴുകാണ് ഗൈസ്. എന്റെ 50 രൂപ നഷ്ടം ഗൈസ്. വണ്ടി കണ്ടത് ആക്രാന്തല്ല, വെള്ളം കണ്ടത് ആക്രാന്തായി. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ബ്ലാക്ക് ഐസ് കിട്ടിയിരിക്കുകയാണ് റോഡില്. ബാരലാച്ചൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ബ്ലാക്ക് ഐസ് കിട്ടി അല്ലേ? ആർമിയുടെ ബേസ് ക്യാമ്പാന്ന് തോന്നുന്നു ഇവിടുത്തെ. അല്ല, ബേസ് ക്യാമ്പ് അല്ല, ക്യാമ്പ്. പക്ഷെ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ആരെയും കാണുന്നില്ല. ചുമ്മാ അതല്ല ഈ പാസ് ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന. മഞ്ഞ് കണ്ടപ്പോ ഭ്രാന്തായ ഒരു കുട്ടിയെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ പേരാണ് ദേവുമാൾ. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മഞ്ഞെടുത്തിട്ട്. ഗൈസ്, മഞ്ഞ് കണ്ടപ്പോ ഒരാൾക്ക് വട്ടായി. ഹൈക്കൊക്കെ ചെയ്ത് മുകളിലെത്തിയിട്ടുണ്ട്. മഞ്ഞിൽ നിന്നും ചാടി ഇറങ്ങി വരുന്ന ദേവുമാൾ. ബ്രിഡ്ജ് കിട്ടുന്നുണ്ടല്ലേ? അല്ലാതെ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഒന്നും ആയിരിക്കില്ല അല്ലേ? ഇവിടെ ഇപ്പുറത്തൊരു പുതിയ ബ്രിഡ്ജ് കിട്ടുന്നുണ്ട്.
ബ്രോ, നമ്മുടെ ബ്രോസ്. നാട്ടിലും കൂടെ റോട്ടിലിടുന്നില്ല. ഈ തണുപ്പത്ത് ഇവര് പണിയുന്നല്ലേ. അയ്യോ, റോഡ് കണ്ടോ? റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, കല്ല് ഇല്ലാത്ത കുറച്ചൊരു സ്ഥലം. മോനെ അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഒരു ബൈക്ക് ഉണ്ട് നമ്മള്. അവര് ശരിക്കും ഭയങ്കര പയ്യെ പോന്നെന്ന് തോന്നുന്നു. ഐസ് നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. അവര് ഭയങ്കര സ്ലോയിലാ പോകുന്ന. അവര് പറഞ്ഞ ഇത് പ്രകാരം ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഐസ് തുടങ്ങുന്നത്. ഉണ്ടാവും വരുന്നത്. കൊറേ റോഡിൽ ഇങ്ങനെ ബ്ലാക്ക് ഐസ് ഉരുകാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. ഇതാണ് ശരിക്കും ഡേഞ്ചറസ് അല്ലേ. ഇതാണ് അതെ ഇതാണ് ഡേഞ്ചറസ്. അവിടുന്ന് തിരിച്ചൊരു വണ്ടി വരുന്നതാണെന്നുണ്ട്, ഒരു കാറ്. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റക്കായിട്ട് തിരിച്ചു വരുന്നതാണെന്നാ തോന്നുന്നു. കാരണം എന്തായാലും അവിടുന്ന് ലേന്ന് വരാനുള്ള ഇതായിട്ടില്ല. ഇത്ര സമയമായില്ല അല്ലേ. എനിക്ക് തോന്നുന്നു അവന് പോവാൻ പറ്റാണ്ട് തിരിച്ചു വരുമായിരിക്കും. ദൈവമേ, നമുക്ക് പോവാൻ പറ്റുമോ? ദൈവമേ, ചോദിക്കണം അയാളുടെ അടുത്ത്. എന്തോ ഡൽഹി രജിസ്ട്രേഷൻ ആണത്. എന്താവോ എന്തോ. വെയിറ്റ് ആൻഡ് സീ. ഇത് റോഡാണോ ഐസാണോ? ഐസാണോ റോഡാണോ? എത്ര ദൂരല്ലേ കണ്ടിന്യൂസ്. ഇടയ്ക്ക് എന്തോ റോഡ് ഏതാ ഐസും മല ഏതാന്ന് മനസ്സിലാവുന്നില്ല. ഇവിടൊന്നും ഒരുക്കിയിട്ടേ ഇല്ല. ഹൈറ്റ് കൂടുന്തോറും റോഡ് ഫുൾ ഐസാണ്. ഇടയ്ക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടാവുന്നുണ്ടല്ലേ. ഒരു മൊമെന്റ് പോയി കഴിഞ്ഞാൽ എന്താ പറയാ, കൈൻഡ് ഓഫ് സ്ലിപ്പറി ആവുന്നു, ഒരു ട്രാക്ഷൻ പോകുന്നത്. ഇന്നലൊക്കെ ഇവിടെ 3 feet സ്നോ ആണെന്നാണ് പറഞ്ഞത്. ഇതിപ്പം അറ്റ്ലീസ്റ്റ് റോഡിൽ നിന്ന് കുറച്ചേ ഉള്ളൂ സ്നോ. അതെ, എന്നിട്ടാണ് സ്ലിപ്പ് ആവുന്നത്. സൈഡിലത്തെ ഒക്കെ ഐസ് ഉണ്ടോ? ഭയങ്കര തിക്നെസ്സിലാണ്, ഭയങ്കര തിക്നെസ് കൂടി ഐസിൻ്റെ. ഓ, നല്ല വെയിലും നല്ല തണുപ്പും. എന്തല്ലേ, ആ മേളിലേക്കൊക്കെ നമുക്ക് പോകേണ്ട വഴിയാണ്. ആ ഹൈറ്റിലോട്ട് നമ്മൾ കയറണം. ഒരു ലോറി നിന്ന് പോയി നടുക്ക് വെച്ചു. സൈഡിൽ കൂടെ എടുക്കണം എന്നാണ് പറയുന്നത്.
Okay, all set. അടുത്ത വണ്ടി നിന്ന് പോയി ഗൈസ്. നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അവിടെ എടുത്തോളാനാണ് പറയുന്നത്. एक मिनट है भाई. ഇത് വലിയുന്നില്ല. സ്കിഡായതാണോ? ടയർ കിടന്ന് കറങ്ങായിരുന്നു. ഓ അല്ല, അപ്പൊ ഞാൻ പറയട്ടെ, സ്നോ കഴിഞ്ഞിട്ടല്ലേ ഇതിങ്ങനെ ആയത്? എടി അവിടെ ഐസാണ്, ഐസ്. ആ സ്നോ വലിയ പ്രശ്നമില്ല. ആ ഐസ് ഇതും കൂടെ വന്ന പ്രശ്നം. കുറച്ചുകൂടെ തിക്നെസ്സിൽ വന്നതാ. യെസ്. ഓ അപ്പൊ ടയർ കിടന്ന് കറങ്ങി. നമുക്ക് ആ മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ മൊമെന്റത്ത് പോയാൽ മതി. അധികം റേസ് ആവാണ്ട് ഒരു 200 RPM കയറി പിടിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ നമ്മള് റേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി കിടന്ന് കറങ്ങും. രക്ഷപ്പെട്ടു. എനിക്ക് കുറെ രക്ഷപ്പെടാനുണ്ട്. ഇപ്പോഴും ടോപ്പിലെത്തിയിട്ടില്ല. വണ്ടി ചൂടാക്കുന്നു. ഇതേതാ വഴിയല്ലേ? ഇതിപ്പോ വഴി ഏതാ മനസ്സിലാവുന്നില്ല ഗൈസ്. കൊറേ അവിടെ ഇവിടെ ഒക്കെ കൊറേ ലോറികൾ നിർത്തിയിട്ടിട്ട് അതിന്റെ പുറകില് അതിന്റെ അകത്ത് അടിയിൽ ക്യാമ്പ് ഫയർ നിർത്തും. കണ്ടോട്ടെ. അവിടെ എല്ലാ വണ്ടികളും നിന്ന്. എല്ലാ വണ്ടികളും നിൽക്കാം. നമ്മുടെ ഇവിടെ കുറെ ലോറികൾ നിർത്തിയിട്ടിരിക്കുക. ഏതോ ഒരെണ്ണം നിന്നുപോയി. സൈഡിൽ കൂടെ പോകാൻ ഇവിടുത്തെ ഫീറ്റ് ഉണ്ടോ, അത്യാവശ്യം നല്ല ഡീപ്പാണ്. ഒരു ടെമ്പോ ട്രാവലർ ഈ സൈഡിൽ കൂടെ എടുത്തു പോയി. അപ്പൊ നമ്മുടെ വണ്ടി പോവാൻ നോക്കാം. സൈഡിൽ കൂടെ എടുത്തു. ഇനി ഇപ്പുറത്തെ സൈഡിൽ കൂടെ എടുക്കാനാണ്. ब्रेक नहीं लग रही ब्रेक. ट्रक भी निकल जाना यार, पक्की जगह है. पक्की जगह है, निकल जाए. Guys, this is Baralachla Pass. ഹിമാചൽ പ്രദേശിന് ലഡാക്കിലേക്ക് കയറുന്ന വഴി. This is very scenic at the same time very dangerous. ഫുൾ ഐസ് ആണ് ഗൈസ്. അപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നുള്ള സ്നോഫാളിന്റെ കാരണമായിട്ടാണ് ഇത്രയും ഐസ് ഉള്ളത് ഇവിടെ റോട്ടില്. നല്ല സ്കിഡിയാണ്. അതേപോലെ വലിയ വണ്ടികളൊക്കെ ഇവിടുത്തെ ഡേഞ്ചറസ് ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പറഞ്ഞാ മനസ്സിലാവൂല അല്ലേ? ഡേഞ്ചർ മാത്രമല്ല, ബ്യൂട്ടി. ബ്യൂട്ടി ഒബ്വിയസ്ലി. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എവിടെ നോക്കിയാലും ഐസ്. അതെ, നമ്മുടെ 360 ഡിഗ്രി വ്യൂ ഐസ്.
നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ ഇത്ര ഐസ് കിട്ടുന്ന ഒരിക്കലും പ്ലാൻ ചെയ്തിരുന്നില്ല, അതെ, വിചാരിച്ചിരുന്നില്ല. നമ്മൾ ഐസി മൗണ്ടൻ കാണാനായിട്ട് തിരിച്ച് റോത്താങ് പാസ് വരെ പോയി. നമ്മുടെ പ്രോ ഡ്രൈവർ കാണിച്ചു തരാം. നമ്മള് ഐസിലൂടെ ഒക്കെ വണ്ടി എടുത്തു, അതെ, ഇവിടെ റെഡി ആയി നിൽക്കുന്നു. ഇതാണ് നമ്മുടെ 360 ഡിഗ്രി വ്യൂ. വാ, നല്ല വെയിലും ഉണ്ട് ഇന്ന്, അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കടക്കാൻ പറ്റിയത്. നോക്ക് ഗൈസ്, മഡ് ഗാർഡിലൊക്കെ ഐസാണ്, ഒന്നും പറയാനില്ല. അടിപൊളി. Oh my God. എന്റെ അമ്മ, ഇത്രയായിട്ടും വിട്ടല്ലോ അല്ലേ നമുക്ക്. മറ്റവൻ ചെയിന് കിട്ടാതെ ചിലപ്പോ കൊണ്ടായിരിക്കും. റോഡിന്ന് സ്ലിപ്പ് ആവാതിരിക്കാനായിട്ട് ഒരു മണ്ണിട്ടോണ്ടിരിക്കുക. ഇവിടെ ഭയങ്കരമായിട്ട് ആ ട്രക്ക് ഇതായിരുന്നു, സ്റ്റക്കായിരുന്നു. അവരതിനകത്തേക്ക് മണ്ണിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോ തന്നെ നമ്മുടെ ഷൂ തന്നെ സ്ലിപ്പ് ആവുന്നുണ്ട്. നല്ല സുഖമായിട്ട് മണ്ണിടുക. ഈ വർക്കറിലൊക്കെ ബൈ ബൈ. നടന്ന് തന്നെ സ്കീയിങ് ചെയ്യുന്ന പോലെ തിന്നുന്നുണ്ട്. അല്ല, ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോ തന്നെയാ പോകുന്നത്. എന്റെ മോനെ, പോയിരിക്കാൻ തോന്നുന്നു. ഈ ലോറികളൊക്കെ ഇതൊക്കെ നിർത്തിയിട്ടിരിക്കുക. പക്ഷെ എല്ലാരും കൊണ്ട് പോരുത്, കൊറേ സ്കിറ്റായി നിൽക്കുന്നുണ്ട്. മോനെ, നമ്മുടെ ടോപ്പ് പോയിന്റ് എത്തി. ബാരലാച്ചാല പാസ് 16,000 feet ആണ്. ഇവിടെ 2-3 ലോറികളൊക്കെ സ്കിഡായി സൈഡിലോട്ട് കയറി കിടക്കുന്നതാണ്. അതിന്റെ ബ്ലോക്കാന്ന്. ഏതാ? നീ ടയർ ശ്രദ്ധിച്ചാൽ മതി. സ്കിഡ് ആവുന്നുണ്ടോ? അതെ, ഇവരിവിടെ എഞ്ചിൻ ഹീറ്റ് ആക്കുകയാണ്. അടിയില് ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെ, കറങ്ങാതെ പോകുന്നല്ലേ. അതിപ്പോ നമ്മുടെ അങ്ങനെ ആയിരിക്കുമല്ലേ, പറയാൻ പറ്റൂലല്ലോ. എന്റെ മോനെ, ഒതുക്കാൻ നോക്കാണ്, പക്ഷെ സ്കിഡായി പോകണം. ആ ടയർ അനങ്ങുന്നില്ല, ബാക്കിലത്തെ രണ്ടും അനങ്ങുന്നില്ല. ഇപ്പൊ എന്തോ പ്രശ്നമുണ്ട്. നല്ല സ്കിഡ് ആവുന്നുണ്ട് ഈ വണ്ടി. നമ്മളങ്ങനെ വീണ്ടും ഫ്രണ്ടിലോട്ട് യാത്ര തുടരുന്നു ഗൈസ്. ഇത് വഴിയല്ല, അത് വഴിയാ. വഴിയെ ഇങ്ങനെ കാണുള്ളൂ. നമ്മള് പോണ്ടതാണെന്ന് പറഞ്ഞോടാ. അടിപൊളി ലൈൻ കമ്പി പോലെ ഫസ്റ്റ് എനിക്ക് തോന്നിയ. നമ്മളങ്ങനെ ബാരലാച്ചല്ല പാസ് ഇറങ്ങിയിരിക്കാണ്. ഇപ്പൊ അടുത്തൊരു ക്യാമ്പ് കാണുന്നുണ്ട്, നേവി ക്യാമ്പ്. ഐസൊക്കെ റോഡിലുള്ളത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഡേഞ്ചറസ് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞല്ലേ, ഐസ് കാരണമുള്ള ഡേഞ്ചറസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലോട്ട് എന്താ നോക്കട്ടെ. മണാലി സരാച്ചു ടെമ്പററി പാലം. മെയിൻ പാലം മേലെ ഉണ്ട്, അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് തോന്നുന്നു. നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോ കണ്ടോ, അപ്പുറത്ത് കാണുന്ന മല ലഡാക്കാണ്, ലഡാക്ക്. പക്ഷെ നമ്മള് HP കൂടെ തന്നെ കൊറേ കറങ്ങിട്ട് വേണം ബോർഡർ ക്രോസ് ചെയ്യാൻ. അതെ, ഹിമാചൽ പ്രദേശിൽ കൂടെ. പക്ഷെ ആ ഏരിയ ഒക്കെ ലഡാക്കാണ്.
ഹിമാചൽ പ്രദേശിന്റെ ലഡാക്കിന്റെ നടുവിലൂടെ ഒഴുകുന്ന വംചൻ റിവറാണ്. പക്ഷെ റിവർ നമുക്ക് കാണില്ല, കുറച്ച് താഴെയാ. രണ്ടിന്റെയും ഗ്യാപ്പില് കുറച്ച് വെള്ളമുണ്ട്. ഇന്ത്യൻ ആർമിയുടെ പോസ്റ്റ് കണ്ട, All basic service. അവരുടെ ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് സർച്ചു. ഇവിടെ നിന്നും ആരെയും കാണുന്നില്ല, പക്ഷെ ക്യാമ്പുണ്ട്. അങ്ങനെ നമ്മൾ ആ നദി ക്രോസ് ചെയ്യാണ്. വെള്ളമില്ലേ? വെള്ളമില്ല ഗൈസ്, വെള്ളം കാണുന്നില്ല. വളരെ കുഞ്ഞായിട്ടുള്ള സ്റ്റോപ്പ്. നമ്മള് സർച്ചു ചെക്ക് പോയിന്റിലേക്ക് എത്താണ്. അവിടെ ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഇത് കാണും. ദേ സർച്ചു. യെസ്, സ്റ്റോപ്ഡ് ആണ്. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാന്ന് പറയണം. നമ്മുടെ വണ്ടി നമ്പറും പേരും ഇവിടെ കൊടുക്കണം. നഷാദ് അങ്ങനെ ഇവിടത്തെ പോലീസിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്ട്രിക്ട് പോലീസ് ലേ വെൽക്കംസ് യു ടു ഡിസ്ട്രിക്ട് ലേ. നമ്മൾ സർച്ചു ബോർഡർ പാസ് ചെയ്ത ഉടനെ കണ്ടു ഗൈസ്, ഒരു ഡീവിയേഷൻ വന്നു. മെയിൻ റോഡ് അപ്പുറത്തുണ്ട്, എന്തോ പണി നടക്കുമെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഓഫ് റോഡിങ് ആണ്. അപ്പുറത്ത് കാണുന്ന ലഡാക്ക്, അതെ, നല്ല പൊട്ടിപ്പറക്കത്ത്. ചേട്ടൻ ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ടുണ്ട്. എന്താ നമ്മൾ സഫാരി റൈഡിന് വന്നു, ഡെസേർട്ട് സഫാരി. എന്തേ അടിപൊളി ഡെസേർട്ടും കണ്ടില്ലേ? അങ്ങനെ ഡെസേർട്ട് കിട്ടൂ ഗൈസ്. സ്നോ മൗണ്ടൻ കാണുന്ന ഡെസേർട്ട്. വാവ്. ഇത് ഗൈസ് നമ്മളൊരു ഡെസേർട്ട് സഫാരിക്ക് പോയ പോലെയുണ്ട്, പക്ഷെ അല്ല. ഇത് നമ്മുടെ NH1, അതായത് ലേ മണാലി ഹൈവേയിലൂടെ ഓഫ് റോഡ് ചെയ്താണ് ഗൈസ്. വണ്ടിയുടെ അവസ്ഥ കണ്ടോ? അപ്പുറത്ത് കാണുന്നത് ലഡാക്കിന്റെ ബോർഡർ എത്താറായി. അപ്പുറത്തെ മല. ഇവിടുന്ന് നമ്മൾ ഇനി ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് ലഡാക്ക് കയറും. ഹായ്. ഇതാണ് ആ റിവർ. ഇത് ടെമ്പററി ബ്രിഡ്ജ്. ട്വിങ് ബ്രിഡ്ജ്. സൗണ്ടിന്റെ തോന്നുന്നു. നമ്മള് ലഡാക്ക് ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ സുന്ദർ ലഡാക്ക് എന്ന് പറഞ്ഞൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒരു സ്പോട്ടാണ് നിൽക്കുന്നത്. എന്താ നോക്കട്ടെ, എന്താന്ന് അറിഞ്ഞൂടാ. നമ്മള് കൊറേ താഴെ റിവർ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് കാണുന്നുണ്ട്. അതാണെന്ന് നോക്കട്ടെ. താഴെ റിവറാണ് കാണുന്നത്. ഹലോ ഗൈസ്, അപ്പോ ഹിമാചൽ ലഡാക്ക് ബോർഡർ നമ്മൾ ക്രോസ് ചെയ്യാണ്. അയ്യോ,
പൊളി പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. ആ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ ലഡാക്ക് ആണെന്നാണ് ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെയാണ് ഒഫീഷ്യലി ഇത്. പക്ഷെ മാപ്പില് കാണിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ലഡാക്ക് കയറിയിരിക്കുന്നു ഗൈസ്. വിസ്കി ബ്രിഡ്ജ്, 1 vehicle at a time. ഇതാണ് ഗൈസ് ഫേമസ് വിസ്കി ബ്രിഡ്ജ്. വിസ്കി ബ്രിഡ്ജ്. കുറച്ചു മുമ്പേ നമ്മൾ ബ്രാൻഡി ബ്രിഡ്ജ് കണ്ടിരുന്നു. വാട്ട് ഈസ് ദിസ് ഗൈസ്? ഭയങ്കര റിസ്കി റോഡാണല്ലോ. നേരെ താഴെ റിവറാ. എങ്ങാനും സ്ലിപ്പായാൽ നേരെ റിവർ കിടക്കും. ഇതന്നെയാണെന്നല്ലേ വഴി? അതെ, ബാക്കി വഴികൾ കാണുന്നുണ്ട്. കുഞ്ഞു വഴിയായല്ലേ? ഭയങ്കര കുഞ്ഞു വഴിയായിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ അപ്പ് ഹിൽ ചെയ്യാൻ പോകും. ഓൾട്ടിറ്റ്യൂഡ് കണ്ടോ? ലൂപ്പ് സ്റ്റാർട്ട്സ്. ഈ ഹെയർ പിൻ കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ കയറാൻ പോകുന്നത്. 21 ഹെയർ പിൻസ് ഉണ്ട്. റോഡിന്റെ കണ്ടീഷനും കുറച്ച് മോശമാണ്. അത്ര വീതിയുള്ള വഴിയൊന്നും അല്ല. നോക്കാം ഗൈസ്, ലോറി വരുന്നുണ്ട്. നമ്മൾ സൈഡ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് പാസ് ചെയ്യാനായിട്ട്. ആ അതെ, കറങ്ങുന്നു. പുകയ്ക്കുവാ അല്ലേ? ഇന്ന് പോയോ? അയ്യോ, ഇതൊരു റിസ്ക് ആണ്. ടയർ കീറി ചിലപ്പോ. ഇങ്ങനെയൊന്നും എടുക്കരുത്. അപ്പൊ എന്ത് ചെയ്യും? കുതിക്കണായിരുന്നല്ലേ? തീരെ വഴിയാ. കുഴിയിൽ ഇറക്കേണ്ടി വരുമെന്നോ? ഓപ്ഷനില്ല. കുഴി വീണാലും കുഴപ്പമില്ല, കൊക്കയിൽ വീഴരുത്. കുഴപ്പമില്ല. ഗുഡ് ജോബ്. അതാണ് നമ്മുടെ ഡ്രൈവർ. അതോ വാവ്, നമ്മൾ കേറി പോകേണ്ട പാസ്സാണ് ഗൈസ്. അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയൻ ഒന്നുണ്ടോ? അതെ, ജസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ്, യു വിൽ ബി മെസ്മറൈസ്ഡ്. ഇരിക്കുന്ന റോഡ്. ഒരു ലോറി മറിഞ്ഞു കിടക്കുന്നു. Altitude 15,547 feet.
ആരെങ്കിലും അടിക്കുന്നതാണോ? തന്നെ അടിക്കും. മണാലി. ഇതിലും നല്ല സൈൻ ബോർഡുകൾ സ്വപ്നങ്ങളിൽ മാത്രം. ഈ പാങ്ങോങ് പോകുമ്പോ ഇങ്ങനെ തന്നെ ഉള്ളു. പക്ഷെ അപ്പോൾ ഇനിയും കാണാനിരിക്കുന്നു. ടാറിട്ട റോഡിൽ കയറിയിരിക്കുന്നു ഗായ്സ്. ഫൈനലി എന്തൊരാശ്വാസം. ഇനി ഹോപ്പ്ഫുള്ളി ഇങ്ങനെ തന്നെ ആയിരിക്കണം. നമുക്ക് 4 മണിക്കൂർ 12 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 8:10 ആകുമ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ. കുറെ ഭാഗം ജുഗൽ ബ്രിഡ്ജ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുക. ഇപ്പോൾ സമയം എത്രയായി? 5 മണിയായി. ഈ വഴിയിലെ ഫസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് ഈ സ്ഥലം, പാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. സമയം 4:30. നമ്മൾ വണ്ടി അങ്ങനെ നിർത്തി. ഭയങ്കര നല്ല തണുപ്പുണ്ട്. അതേപോലെ ഭയങ്കര വിജനമായ സ്ഥലം, ഭയങ്കര പീസ്ഫുൾ. ഇവിടെ റേഞ്ചേ ഇല്ല, ഓരോ സിമ്മിനും റേഞ്ചില്ല. അടിപൊളി. നമ്മളങ്ങനെ അകത്ത് കയറി. റെസ്റ്റോറൻറ്റ് പുറത്തേക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ 3 മാഗിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായ് ഹേ ബൈ ചായ്. ദോ നൂഡിൽസ് വന്നിരിക്കുന്നു. ഇവിടെ നൂഡിൽസ് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ പോലെ അല്ല. അതെ, ഇത് ശരിക്കും അവസ്ഥ കൊണ്ട് കഴിക്കുന്നതാണ്. അല്ല, എന്നാലും നൂഡിൽസ് എനിക്ക് കഴിക്കാം, എനിക്കിഷ്ടം. ഫർണസിന്റെ അടുത്ത് പോയി തീ കായുന്ന അതോ തൊട്ടെ നോക്കട്ടെ. ഒന്നും ആവുന്നില്ല ഗൈസ്. അയ്യോ ഇവിടെ പോയിട്ടൊക്കെ വേറെ എന്തോ. ഗൈസ് എന്താ സംഭവിച്ചേ? ഞാൻ വൈപ്പറിന്റെ വാഷർ ഇട്ടാണ് ഗൈസ് ഇങ്ങനെ ഗ്ലാസ് നോക്കൂ. ഐസായി ഒന്നും പറയാനില്ല. നമ്മള് ഹീറ്ററൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇത് മാറും. ഇല്ലെങ്കിൽ പുറത്തു പോയി തന്നെ കൈകൊണ്ട് തുടക്കേണ്ടി വരും. ചേട്ടൻ തന്നെ പോയി ഐസ് തുടയ്ക്കാൻ നോക്കുന്നു ഗൈസ്. ഒന്നും പോകുന്നില്ലാന്ന് തോന്നുന്നു. വെള്ളം ഒഴിച്ച് കഴുകേണ്ടി വരും. ചേട്ടൻ തന്നെ ഒഴിച്ച് പണി മേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാനില്ലാത്തതുകൊണ്ട് തന്നെ പോയി തുടയ്ക്കുന്നുണ്ട്. സമയം 5:15. ഇനി ലേയിലോട്ട് 169 കിലോമീറ്റർ. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിരിക്കണു. ഇവിടെയൊക്കെ കാണാം. സമയം അങ്ങനെ 5:40 ആയിരിക്കുന്നു. ഓൾമോസ്റ്റ് ഇരുട്ടി തുടങ്ങി മൊത്തം. നമ്മൾ ഫുള്ള് വാലി കൂടെയാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി തണുപ്പുണ്ട് കേട്ടോ.
മൂണാണ് ഗൈസ് കാണുന്നത്. തഗ്ലങ്ല പാസ് അല്ലേ? പാസ് അല്ല, തഗ്ലങ്ല. വാവ്. നമുക്ക് ടോട്ടൽ 79 കിലോമീറ്റർ കൂടെ ലേയിലോട്ട്. നമ്മളിതുവരെ സ്റ്റേ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല, കാരണം റേഞ്ച് ഇല്ലായിരുന്നു ഈ റോഡ് ഫുൾ. അപ്പോൾ നമ്മൾ അടുത്ത റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് അവിടുന്ന് ബുക്ക് ചെയ്യാനാണ് പ്ലാൻ. നമ്മുടെ പാങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വീടുകളും കടകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് സസോമ. ഇപ്പോൾ സസോമയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ടെമ്പിളാണെന്ന് തോന്നുന്നു ഈ ബിൽഡിംഗ് കണ്ടിട്ട്. നമ്മുടെ ജംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഫുള്ള് വിജനതയാണ് ഗൈസ്. ഒറ്റ മനുഷ്യരെ ഇതുവരെ കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വില്ലേജസ് വരുന്നുണ്ട്. പിന്നെ ഇത് മൊണാസ്ട്രി എന്ന് തോന്നുന്നു, എന്തോ ഒരു റിലീജിയസ് ഇതാണ്. നാളെ ലേയില് ഇനി ഇവിടുത്തെ കൾച്ചർ എന്താന്ന് അറിഞ്ഞിട്ട് വേണം. ഫോക്സിന്റെ ചെറിയതെന്തോ സാധനമാണ്. അത് കുറേ വഴി നീളെ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാറിന്റെ ഫ്രണ്ടിലോട്ട് ചാടുന്നുണ്ട്. നമ്മളങ്ങനെ ലേയിലേക്ക് കടക്കുന്നതിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി. അല്ലല്ല, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ്. ഇതിൻ്റെ താഴെയായിട്ട് ഇൻഡസ് റിവറാണ്, പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റൂല. നമുക്ക് രാവിലെ ഇറങ്ങുമ്പോൾ കാണാം, നോക്കാം. ഇത് ടോളാണോ? എത്ര രൂപ? 100. അപ്പം ഇനി ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ചെക്ക് പോസ്റ്റ് അല്ല, മണാലി ഹൈവേയുടെ ടോള്. ഓക്കെ. സമയം 8:20 അങ്ങനെ നമ്മൾ ലഡാക്കിൽ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ പെട്രോൾ പമ്പാണ്. കാരു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പെട്രോൾ പമ്പ് ഉള്ളത്. അപ്പോൾ മണാലിയിലെ ഹൈവേയിൽ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മണാലിയിൽ നിന്ന് വരുമ്പോൾ കീലോങ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനത്തെ പെട്രോൾ പമ്പ്. ലഡാക്കിൽ കയറി കഴിഞ്ഞാൽ കാരു എന്ന് പറയുന്ന ഈ പെട്രോൾ പമ്പാണ് ആദ്യത്തെ പെട്രോൾ പമ്പ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 330 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ഒരു പെട്രോൾ പമ്പ് കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും ഡീസൽ ഉണ്ടായിരുന്നു നമ്മളടുത്ത്, എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഫുൾ ടാങ്ക് ഇവിടുന്ന് അടിക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കുന്നു. 87-78 ലിറ്ററിന് ഡീസല് നമ്മുടെ നാട്ടിലേക്കാളും കുറവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ലേയിലെത്തി. ലേയിൽ നിന്ന് നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. നമ്മളൊരു സ്റ്റേയും ബുക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ 9:40. ഇതിൻ്റെ പേര് ദേജാവു എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. കുറേ ഇവിടെ ഇപ്പോൾ ഓഫ് സീസൺ ആയതും പകുതി മുക്കാലും ക്ലോസ്ഡ് ആണ് ഗൈസ്. ഇപ്പോൾ ഭയങ്കര എന്താ റൂംസും സ്റ്റേസും ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ് ഇവിടെ. അപ്പോൾ ഇനി കഴിച്ചിട്ട് സ്റ്റേ എത്തിയിട്ട് പറയാം ഗൈസ്. താങ്ക് യു ഗൈസ്. സമയം ഓൾമോസ്റ്റ് 10:11 നമ്മൾ ലേയിലെ സ്റ്റേ ആണിത്, മാലിക് പാലസ്. അപ്പോൾ ഇനി നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ് ബാക്കി. മാലിക് പാലസ് ലേ. ഇതിപ്പോൾ ഇവിടെ ഓഫ് സീസണാണ്. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. റൂമൊക്കെ കൊള്ളാം. റിസപ്ഷനൊക്കെ കൊള്ളാം. ഇനി ബാക്കി റൂമിൽ പോയിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ലേയിലെ റൂം, മാലിക് പാലസ്. നല്ല റൂമാണ്, അത്യാവശ്യം നല്ല ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടി. പിന്നെ സ്പേസ് ഉണ്ട്. വേറൊരിതുണ്ട് ഗൈസ്, കുളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വേറൊരു പ്രശ്നമുണ്ട്. ഇനി ബാത്റൂം കൂടെ കാണിച്ചു തരാം. ബാത്റൂം അത്യാവശ്യം നല്ല
കുഴപ്പമില്ലാത്ത നല്ല ബാത്റൂമാണ്. അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഓൾമോസ്റ്റ് 6-7 മണിക്കൂർ എടുത്തു നമ്മൾ എന്താ പറയുക ജിസ്മയിൽ ലഡാക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നാളെ ഇനി നമ്മൾ അടുത്ത ട്രാവൽ വ്ളോഗായി വരുന്നതാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.